السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحابه الأخيار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله. സർവ്വാദരണീയനായ പാണക്കാടിൻ്റെ പൂനിലാവ് സയ്യിദ് നൗഫൽ അലി ശിഹാബ് തങ്ങൾ അവറുകളെ, ചക്കരക്കല്ലിൻ്റെ നാഡീസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് ഡോക്ടർ മുഹമ്മദ് അലി സാഹിബ്, അഭിവന്യരായ ഫാറൂഖ് ഉസ്താദ്, അതുപോലെ ഈ വേദിയെ ധന്യമാക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അൽ ഹിദായ ഒന്ന് വിളിച്ചപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വൈതരണികളെ വകഞ്ഞു മാറ്റിയിട്ട് ഈ സദസ്സിലേക്ക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അഗണ്യകോടി മാലാകമാർ പൈതിറങ്ങുന്ന വിശുദ്ധമായ ഈ സദസ്സിലേക്ക് മനസ്സ് നിറയെ സ്നേഹവുമായി കടന്നു വന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, നാളെയുടെ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമായ അൽ ഹിദായയുടെ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്ദരമായ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ഒരു നവജീവിതത്തിന് നാന്ദി കുറിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിൻ്റെ ത്വാഅത്തിലായി, പൊരുത്തത്തിലായി ജീവിക്കുവാനും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമയം വൈകിയ ഈ നേരത്ത് സ്നേഹം, ബന്ധങ്ങളുടെ ആത്മാവ് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം നിങ്ങളോട് സംസാരിക്കാം. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാ ബന്ധങ്ങളുടെയും ആത്മാവാണ്, എല്ലാ ബന്ധങ്ങളുടെയും അടിത്തറയാണ് സ്നേഹം. ഒരു വിശ്വാസിക്ക് സ്വർഗപ്രവേശനം സാധ്യമാവണമെങ്കിൽ
അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അഗണ്യകോടി മാലാകമാർ പെയ്തിറങ്ങുന്ന വിശുദ്ധമായ സ്വർഗീയ വാതായനങ്ങളിലൂടെ സ്വർഗ സൗകുമാരങ്ങൾ ആസ്വദിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാവണമെങ്കിൽ ഇബാദത്തുകളുടെ ധാരാളിത്തം കൊണ്ട് സാധ്യമാകുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഒരുപാട് ഇബാദത്ത് കൊണ്ടോ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ, ഒരുപാട് ധനം ധർമ്മം ചെയ്തതുകൊണ്ടോ, പാതിരാവിൻ്റെ പാതിവേളകളിൽ മരം കോച്ചുന്ന തണുപ്പിനെ വകവെക്കാതെ എഴുന്നേറ്റുകൊണ്ട് തണുത്ത വെള്ളത്തിൽ വുളൂ ചെയ്തുകൊണ്ട് എല്ലാ പാതിരാവിലും തഹജ്ജുദ് നമസ്കരിക്കുന്നത് കൊണ്ടോ സ്വർഗം സാധ്യമാവണമെന്നില്ല. എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ ആരാധനകളും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ആത്യന്തികമായിട്ട് ആ ആരാധന ചെയ്യുന്ന വിശ്വാസിയുടെ ഹൃത്തടങ്ങളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കണം. അല്ലാത്ത കാലത്തോളം ഒരു ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കൂല. ഇത് കൃത്യമാണ്. സ്നേഹമില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സ്നേഹമാണ് ഒരു വിശ്വാസിയുടെ ഔന്നത്യത്തിന്റെ നിദാനം. സ്നേഹമാണ് ഉന്നതിയുടെ നിദാനം. സ്നേഹമില്ലാതെ പുരോഗതിയുടെ പുരോയാനത്തിന്റെ വിജയത്തിന്റെ പടവുകൾ, വിജയത്തിന്റെ സോപാനങ്ങളിലൂടെ കടന്നു പോകാൻ ഒരു വിശ്വാസിക്കും സാധ്യമല്ല. നിങ്ങൾ നോക്ക്, അല്ലാഹു തആലാക്ക് കോടിക്കണക്കിന് മാലാകമാരുണ്ട്. ആ മാലാകമാരിൽ പേരെടുത്തു പറയപ്പെട്ട 10 മലക്കുകളുണ്ട്. ആ 10 മലക്കുകളിൽ ഉന്നതമായ സ്ഥാനമലങ്കരിക്കുന്ന മലക്കേതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. അത് മഹാനായ വഹയിന്റെ വാഹകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ജിബ്രീലിനേക്കാൾ ഉന്നതമായ പദവി അലങ്കരിക്കുന്ന വേറൊരു മലക്കില്ല. എന്തുകൊണ്ടാണ് ജിബ്രീലിന് ഇത്രയും ഉന്നതമായ സ്ഥാനം കിട്ടാനുള്ള കാരണമെന്താണ്? ആലോചിച്ചു നോക്ക്. ഓരോ മലക്കിനും ഓരോ പണിയാണ്. അസ്റായിലിന്റെ ജോലിയാണ് ലോകത്തിലുള്ള സകല ജീവനുള്ള വസ്തുക്കളുടെയും റൂഹ് പിടിക്കുന്നതെങ്കിൽ മഴ പെയ്യിക്കലാണ് ഇസ്റാഫിലിന്റെ പണിയെങ്കിൽ, ഖബറിൽ ചോദ്യങ്ങൾ ചോദിക്കലാണ് മുൻകർ നക്കീറിന്റെ ജോലിയെങ്കിലും ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജോലികളാണ് പടച്ച തമ്പുരാൻ നൽകിയതെങ്കിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയതെന്താണ്? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പാഠങ്ങളുമായി, വൈജ്ഞാനിക മണിമുത്തുകളുമായിട്ട്, ഖുർആനിന്റെ അധ്യാപനങ്ങളുമായിട്ട് അള്ളാന്റെ റസൂലിന്റെ അരികെ വരാനും റസൂലുള്ളാന്റെ മുട്ടിന്റെ ചേർന്നിരിക്കുവാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹിയെത്തിച്ചു കൊടുക്കലുമാണ് ജിബ്രീലിന് അല്ലാഹു നൽകിയ പണിയെങ്കിൽ ആ പണിയുമായി 23 വർഷക്കാലം റസൂലുള്ളാഹിയുമായി കൂടുതൽ സഹവസിച്ചപ്പോ അതിനു മുമ്പേ കടന്നു വന്ന 1,24,000 പരം പ്രവാചകന്മാർക്ക് വഹിയെത്തിക്കലോടുകൂടി ആ പ്രവാചകന്മാരുമായി ഒരു ഹൃദയബന്ധം സ്ഥാപിച്ചപ്പോ, ആ പ്രവാചകന്മാരുമായി സ്നേഹബന്ധം സ്ഥാപിച്ചപ്പോ ഒരു മലക്കിനും സാധ്യമാവാത്ത, ഒരു മലക്കിനും എത്തിപ്പിടിക്കാനും കഴിയാത്ത ഉജ്ജ്വലമായ വഴിത്താരകളിലൂടെ നടന്നു പോകാൻ ഈ മലക്കിന് സാധിച്ചു. അപ്പൊ മലക്കിന്റെ ഉന്നതിയുടെ കാരണം അത് റസൂലുള്ളാഹിയുമായുള്ള ബന്ധമാണ്, മറ്റു പ്രവാചകന്മാരുമായുള്ള സ്നേഹബന്ധമാണ്. അതല്ലാതെ മറ്റു മലക്കുകൾക്കില്ലാത്ത വേറെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടല്ല, മറിച്ചു അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിച്ചത് കൊണ്ടാണ്. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും കാതൽ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. സകല സൽക്കർമ്മങ്ങൾക്കും പ്രകാശം നൽകുന്നത് സ്നേഹമാണ്. ഇനി നിങ്ങൾ നോക്ക്, അല്ലാഹുവിനെ തൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ ഈ ലോകത്തേക്ക് 1,24,000 പരം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നതാരാ? അത് 7-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ടുമായി കടന്നു വന്ന പ്രവാചക പുങ്കവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്തുകൊണ്ടാണത്? ഒരുപാട് ഇബാദത്തെടുത്തത് കൊണ്ടാണോ? ഉറക്കമില്ലാതെ ആരാധനാ നിമഗ്നമായ മനസ്സുമായി കഴിഞ്ഞുകൂടിയത് കൊണ്ടാണോ? അല്ല,
പിന്നെന്തുകൊണ്ടാണ് മറ്റു പ്രവാചകന്മാരിലേക്കാൾ അല്ലാഹുമായി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരൊറ്റ പ്രവാചകന്റെ കണ്ണുകൊണ്ടും കാണാൻ കഴിയാത്ത, ഒരൊറ്റ മനുഷ്യന്റെ കണ്ണുകൊണ്ടും കാണാൻ കഴിയാത്ത രാജാതിരാജനായ സർവലോക സംരക്ഷകനായ ജഗന്നിയന്താവായ പടച്ചതമ്പുരാൻ അല്ലാഹുവിന്റെ അരികിലേക്ക് മിഅ്റാജിന്റെ രാത്രിയിൽ ബുറാഖ് എന്ന വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി കടന്നു പോകാനും അല്ലാഹുവിനെ കാണാനും അല്ലാഹുവിനെ കണ്ട് സംസാരിക്കാനുമുള്ള ഭാഗ്യം ലഭ്യമായത് അത് അല്ലാഹുമായുള്ള കൂടുതൽ ബന്ധമുണ്ടായതുകൊണ്ടാണ്. അല്ലാഹുവിനോടുള്ള അദമ്യമായ പരിധികളില്ലാത്ത വിവരണാതീതമായ സ്നേഹപ്രപഞ്ചത്തിന്റെ വാതായനങ്ങൾ റസൂലുള്ളാഹിന്റെ ഹൃദയാന്തരങ്ങളിൽ തുറന്നു വച്ചതുകൊണ്ടാണ്. അല്ലാഹുവിനോടുള്ള സ്നേഹം മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞതുകൊണ്ടാണ് മറ്റു പ്രവാചകന്മാരെക്കാൾ റസൂലുള്ളാഹിക്ക് സ്ഥാനം കിട്ടിയത്. അല്ലാതെ ഒരുപാട് ഇബാദത്തെടുത്തത് കൊണ്ടല്ല. ഒരുപാട് ഇബാദത്തെടുത്ത ആളുകൾക്കാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കാണ് അല്ലാഹുമായി കൂടുതൽ സ്ഥാനമുണ്ടാകുന്നതെങ്കിൽ 950 വർഷം പ്രബോധനം ചെയ്യുകയും 1000-ലധികം വർഷം ജീവിക്കുകയും ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ എത്രയോ വർഷങ്ങൾ ജീവിച്ച പ്രവാചകന്മാരുണ്ട്, എത്രയോ വർഷങ്ങൾ ഇബാദത്തെടുത്ത് ജീവിച്ചവരുണ്ട്. 500 വർഷക്കാലം ഇബാദത്തെടുത്തിട്ട് സുജൂദിലായിട്ട് മരിച്ച പൂർവസൂരികളുണ്ട്. അവർക്ക് ആ സ്ഥാനം കിട്ടണമായിരുന്നു. പക്ഷേ അവർക്കാർക്കുമല്ല കിട്ടിയത്. പിന്നെയോ ഹൃദയാന്തരങ്ങളിൽ സ്നേഹത്തിന്റെ വിളക്ക് കൊളുത്തി വച്ച ലോകത്തിന്റെ മുത്തേ, മുസ്ലിമീങ്ങളുടെ സ്വത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ആ സ്ഥാനം ലഭ്യമായത്. എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചോ, സ്നേഹമാണ് എല്ലാ ഔന്നത്യത്തിൻ്റെയും നിദാനം. ഇനി നിങ്ങൾ നോക്ക്, 10,000-കണക്കിന് സ്വഹാബി വര്യന്മാരുണ്ട്. ഓരോരുത്തരും ഒന്നിനൊന്നിന് മെച്ചം, ഓരോരുത്തരും രാപ്പകലുകളില്ലാതെ സൽക്കർമ്മങ്ങളിൽ നിരതമാകുന്നവർ. പാതിരാവിൻ്റെ പാതിവേളകളിൽ പോലും പാവപ്പെട്ടവൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടി പാവപ്പെട്ടവൻ്റെ വീടുകൾ മുഴുവനും കയറിയിറങ്ങിയിട്ട് അശരണർക്ക് ആലംബമായി കഴിഞ്ഞ എത്രയോ പൂർവസൂരികളായ സ്വഹാബികളുണ്ട്. പക്ഷേ ആ സ്വഹാബികളിൽ ഏറ്റവും ഉന്നതനായ സ്വഹാബി ആരാ? ഈ സദസ്സിനോട് ചോദിക്കുകയാണെങ്കിൽ സദസ്സൊന്നടങ്കം പറയുന്നൊരു പേരുണ്ട്. ആരാ പേര്? ആരാ? സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒന്നാമൻ ആരാ? ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്നവൻ ആരാ? ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബി ആരാ? നിഴലില്ലാത്ത പ്രവാചകന്റെ നിഴലായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്തുകൊണ്ടാ അബൂബക്കറിന് ഉന്നതമായ സ്ഥാനം ലഭ്യമായത്? ഒരുപാട് ഇബാദത്തെടുത്തത് കൊണ്ടാണോ? ഒരുപാട് ഇസ്ലാമിക ജിഹാദുകളിൽ പങ്കെടുത്തത് കൊണ്ടാണോ? അല്ലല്ലോ. അങ്ങനെ ജിഹാദിൽ പങ്കെടുത്തത് കൊണ്ടാണ്, യുദ്ധത്തിൽ പങ്കെടുക്കൽ കൊണ്ടാണ് ഉന്നതമായ സ്ഥാനം കിട്ടുന്നതെങ്കിൽ എത്രയോ സ്വഹാബികളില്ലേ ഒട്ടിയ വയറും പൊട്ടിയ വളമായിട്ട് ബദറിന്റെ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുകയും എന്നിട്ട് വീരരക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത എത്രയോ സ്വഹാബി വര്യന്മാരായ ശുഹദാക്കളില്ലേ, ബദരീങ്ങളില്ലേ. ആ ബദർ ശുഹദാക്കളെക്കാൾ ഉന്നതമായ സ്ഥാനം ആ യുദ്ധത്തിൽ പങ്കെടുത്ത അബൂബക്കർ സിദ്ദീഖ്, ഷഹീദായ വ്യക്തിയേക്കാൾ ഉന്നതമായ സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. നമുക്കറിയില്ലേ, മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ വൈജയന്തി ഉയർത്തിപ്പിടിക്കുകയും അങ്ങനെ ഒരു യുദ്ധത്തിൽ വെച്ചിട്ട് തൻ്റെ വലത്തെ കൈ കൊണ്ട് ഇസ്ലാമിന്റെ കൊടി പിടിച്ചത് കാരണം വലത്തെ കൈ വെട്ടിമാറ്റിയപ്പോ ഇടത്തെ കൈ കൊണ്ട് ഇസ്ലാമിന്റെ കൊടി പിടിക്കുകയും ആ ഇടത്തെ കൈയും വെട്ടിമാറ്റിയപ്പോ മിസ്അബ് റളിയല്ലാഹു അൻഹു തന്റെ കക്ഷത്തിൽ പിടിച്ചിട്ട്
പിടിച്ചിട്ടായിരുന്നു, തൻ്റെ കക്ഷത്തിലും തൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പിടിച്ചിരുന്നു ഇസ്ലാമിൻ്റെ കൊടിയെങ്കിൽ ആ ഇസ്ലാമിൻ്റെ കൊടി പിടിച്ചിട്ട് യുദ്ധക്കളത്തിൽ ഷഹീദാവുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇസ്ലാമിൻ്റെ സുന്ദരമായ ശാന്തി സൗന്ദര്യത്തിൻ്റെ വാതായനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പണക്കാരനായിരുന്നുവെങ്കിൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുകയും ഇസ്ലാമിന് വേണ്ടി ജീവിക്കുകയും ഇസ്ലാമിന് വേണ്ടി മരിക്കുകയും ചെയ്തപ്പോ ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവ ഇല്ലാത്തത് കാരണം, കഫൻ പുടവ ചെറുതായത് കാരണം കാല് മറച്ചാൽ മുഖം മറയാത്ത അവസ്ഥ, മുഖം മറച്ചാൽ കാല് മറയാത്ത അവസ്ഥ. അങ്ങനെ അവസാനം മുഖം മറക്കുകയും കാൽഭാഗത്ത് പുല്ലുകൊണ്ട് മറച്ചിട്ട് മറമാടുകയും ചെയ്ത ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു. അതുപോലെ എത്ര സ്വഹാബികൾ, എത്ര വീരേതിഹാസം രചിച്ചവർ, അവരെക്കാൾ ഉന്നതമായ സ്ഥാനം സ്വന്തം ശരീരത്തിലേക്ക് 70ഓളം വെട്ടുകൾ ഏറ്റുവാങ്ങിയിട്ട് വീരരക്തസാക്ഷ്യം വരിച്ച ബഹുമാനപ്പെട്ട ത്വൽഹാ റളിയല്ലാഹു അൻഹു. അതുപോലെ ശത്രുക്കൾ ഒരുക്കിയ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും അങ്ങനെ ശരീരത്തിൻ്റെ മാംസഭാഗങ്ങളോ കരിഞ്ഞു പോവുകയും ചെയ്തിട്ട് തൻ്റെ പുറം ഭാഗത്തെ നട്ടെല്ല് പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഖബ്ബാബ് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പുകൾക്ക് മുകളിൽ മലർത്തിക്കിടത്തിയിട്ട് നഗ്നമായ കറുത്ത ശരീരത്തിലേക്ക് ചാട്ടവാറുകൊണ്ട് തുരതുരെ പ്രഹരിച്ചപ്പോ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന തൗഹീദിന്റെ മന്ത്രോച്ചാരണം ഉറക്കെ പ്രഖ്യാപിക്കുകയും അങ്ങനെ ദാഹിച്ചവശനായപ്പോ ഒരു തുള്ളി വെള്ളം തരുമോ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ എന്ന് സങ്കടത്തോടെ വാവിട്ട് കരയുമ്പോ ആ ബിലാൽ, കറുത്തവനായ ബിലാൽ, മുടി ചുരുണ്ടവനായ ബിലാൽ, മൂക്ക് ചപ്പിയവനായ ബിലാൽ, മഹാബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ശത്രു മൂത്രമൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രമേൽ കഷ്ടനഷ്ട യാതന വേദന മർദന തണ്ടന താണ്ടന പീഡനങ്ങൾ അനുഭവിച്ച എത്രയോ സ്വഹാബികൾ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും കിട്ടാത്ത ഉന്നതമായ പദവിയാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ റിപ്പബ്ലിക് നായകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലഭ്യമായതെങ്കിൽ ആ ഉന്നതമായ പദവി കിട്ടാനുള്ള കാരണമെന്താ? അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഉപാധികളില്ലാത്ത പരിധികളില്ലാത്ത സ്നേഹം കൊണ്ടാ ആ അബൂബക്കർ സ്നേഹിച്ചതുപോലെ റസൂലുള്ളാഹിനെ ലോകത്ത് വേറൊരാളും സ്നേഹിച്ചിട്ടില്ല. ആ നിഴലില്ലാത്ത പ്രവാചകന്റെ നിഴലായി റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കാൻ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധ്യമായിട്ടുണ്ട്. റസൂലുള്ളാഹ് എന്ന് വിരൽ നൊടിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഫണ്ടിലേക്ക് സംഭാവന നൽകണമെന്ന് പറഞ്ഞാൽ തന്റെ സകല സമ്പാദ്യങ്ങളും റസൂലുള്ളാഹിന്റെ കാൽക്കൽ സമർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബദറിന്റെ യുദ്ധക്കളത്തിലേക്ക് റസൂലുള്ളാഹിക്ക് ആര് കാവൽ നിൽക്കുമെന്ന് ചോദിച്ചപ്പോ ആര് കാവൽ നിന്നാലും ശത്രു ആദ്യം വെട്ടുന്നത് ആ കാവൽ നിൽക്കുന്ന കാവലാളന്റെ ശരീരമാണ്, അവന്റെ കഴുത്താണ് ആദ്യമായി വെട്ടുന്നതെങ്കിൽ ആ ബദറിന്റെ യുദ്ധക്കളത്തിലേക്ക് പുന്നാര നബിക്ക് ആര് കാവൽ നിൽക്കുമെന്ന് ചോദിച്ചപ്പോ വർദ്ധിതമായ ആവേശത്തോടു കൂടി എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എന്റെ ഹബീബിന് കാവൽ നിൽക്കാമെന്ന് ഉറക്കെ ഉദ്ഘോഷിച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. അന്നേരം മറ്റു സ്വഹാബികൾ പറഞ്ഞു, അല്ലയോ അബൂബക്കറെ, നീ ചിന്തിച്ചിട്ടാണോ പറയുന്നത്? കാരണമെന്താ? ആദ്യമായി വെട്ടുന്നത് നിന്റെ ശരീരമായിരിക്കും. ആദ്യമായിട്ട് മുഹമ്മദിന് മുമ്പേ ഈ ലോകത്തോട് വിട പറയേണ്ട ഗതികേട് നിനക്കായിരിക്കും മോനെ. ചിന്തിച്ചുകൊണ്ടാണോ പറയുന്നതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുകയാ, എന്റെ ഹബീബിന്റെ ജീവനാ, എന്റെ ഹബീബ്
ഹബീബിന്റെ ജീവനാണ് എൻ്റെ പ്രശ്നം, അതല്ലാതെ എൻ്റെ ജീവനും ജീവിതവും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ സമ്പത്ത് എനിക്ക് പ്രശ്നമല്ല, എൻ്റെ കുടുംബം എനിക്ക് പ്രശ്നമല്ല, എൻ്റെ സമ്പാദ്യം എനിക്ക് പ്രശ്നമല്ല, എൻ്റെ നാട് എനിക്ക് പ്രശ്നമല്ല. എൻ്റെ പ്രശ്നം ഏതാണെന്നറിയോ? എൻ്റെ ചങ്കിലെ ചോരയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറഞ്ഞിട്ട് ആ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്നേഹപ്രപഞ്ചം തീർത്ത ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബികളിൽ ഒന്നാം നമ്പർ അല്ലേ? എന്തുകൊണ്ടാ? റസൂലുള്ളാഹിയോടുള്ള സ്നേഹമാണ്. അതാ ഞാൻ പറഞ്ഞത്, സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. ഇനി കേൾക്കണോ? സ്വഹാബികൾക്ക് ശേഷം ദാ ഇന്ന് വരെ ആ സ്വഹാബികൾക്ക് ശേഷം മുതൽ, സ്വഹാബികളിലെ അവസാനത്തെ സ്വഹാബിക്ക് ശേഷം മുതൽ ഇന്ന് വരെ കോടാനുകോടി മുസ്ലിമീങ്ങൾ, ഖൽബിൽ ഈമാനിന്റെ പ്രകാശം മുനിഞ്ഞു കത്തുന്ന വിശ്വാസികൾ കോടിക്കണക്കിന് പേർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വഹാബികൾക്ക് ശേഷം ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നത് ആരാ? സ്വഹാബികൾക്ക് ശേഷം ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നതാരാ? അത് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. എത്ര മഹാരഥന്മാരുണ്ട്! ഇമാം ഷാഫിയെ പോലെ, ഇമാം ഗസാലിയെ പോലെ, ഇമാം നവവിയെ പോലെ, ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങിയവരെ പോലെയുള്ള മഹാരഥന്മാരായ എത്ര പണ്ഡിത മഹത്തുക്കളാണ്! സൂഫി നഭോമണ്ഡലത്തിലെ മുടിചൂടാമന്നന്മാരായ എത്രയോ മഹാരഥന്മാർ ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരിൽ ഒന്നാം നമ്പർ ആരാ? ഉന്നതനായ സ്വഹാബികൾക്ക് ശേഷം ഉന്നതനായ ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ ഉടമയാരാ? അത് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. എന്താ ഉവൈസുൽ ഖർനിക്ക് ഇത്രയും ഉന്നതമായ സ്ഥാനം കിട്ടാനുള്ള കാരണം? പറഞ്ഞു തരാം ഉവൈസുൽ ഖർനിയുടെ കഥ. ആരാ ഉവൈസുൽ ഖർനി? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിന്റെ അരികെ വരാനും കഴിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വരാൻ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനിക്ക് സാധ്യമായിട്ടില്ല. ഉവൈസുൽ ഖർനി അങ്ങ് യമനിലാ താമസിക്കുന്നത്, റസൂലുള്ളാഹി മദീനത്താ, ഉവൈസുൽ ഖർനി യമനിലാ. അതുകൊണ്ട് കണ്ടുമുട്ടാൻ സാധിച്ചില്ല.